ചാകര ശിവനി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെയാണ്. കുളത്തിൽ ഒരു വല അടിക്കേണ്ട സ്പോട്ടേ ഉള്ളൂ, ബാക്കി അറിഞ്ഞൂടാ. അടിക്കുന്ന സ്പോട്ടിൽ തന്നെ നമുക്ക് എതിരാളിയായിട്ട് ഒരാളിരിപ്പുണ്ട്. ഒരു തവള നടുക്ക് പൊങ്ങി കിടക്കുന്നു. അപ്പം അവനൊന്ന് ഈ വലക്കകത്ത് കൊടുക്കും. കുരുക്ക് നോക്ക്. മീൻ പിടിക്കാനല്ല പോകണം, തവള പിടിക്കാനാണ് പോകണം. നല്ലൊരു തവള ഉണ്ട് അതിൻ്റെ അകത്ത്. ചൊറിയനാണോ പച്ചയാണോ കറുപ്പാണോ? ചൊറിയനാണോ പച്ചയാണോ ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നോക്കാം. ഇറങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ വഴിയൊന്നുമില്ല, വഴിയിട്ട് നമ്മൾ ഉണ്ടാക്കി തന്നെ പോകണം. മൊത്തം ടാസ്ക് പിടിച്ച വഴികളാണ്. ചെറിയ തവളയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഇപ്പോഴത്തെ നിഗമനം അതാണ്. അടുത്തോട്ട് വരുമ്പോൾ അവൻ്റെ രൂപങ്ങളൊക്കെ മാറുന്ന പോലെ. അതിപ്പോൾ കയറി വരട്ട്. ആ തവള പോയി. ഒറ്റ വലയിൽ കാര്യം തീക്കും. ഇപ്പൊ വിഷ്ണു നല്ലൊരു വലിയൊരു വട്ടം വീണിരിക്കുകയാണ്. പറ്റിച്ചു ദൈവമേ. ചാകര ശിവനി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഫുള്ള് ചാകര. മുകളിൽ കയറ്റി ബക്കറ്റ് കയറ്റും. മുകളിൽ കയറ്റി വാഴത്തപ്പിൽ പോകുമ്പോൾ നോക്കിയെടുത്തോ. കയറാൻ വന്നില്ലായിരുന്നു കേട്ടോ. വെയിറ്റ് നല്ലപോലെ. വലുതുണ്ടോ? ഒന്ന് രണ്ട് വലുതും കുറച്ച്. റോഡിൽ വണ്ടികൾ വരുന്നുണ്ട്. നമുക്ക് സേഫായ ഒരു പ്ലേസാണ് അവിടെ നമ്മൾ പോയത്. കൈ വേദനിക്കുന്നു. സ്പോട്ടാണ് പറ്റിയ സ്പോട്ട് അവിടെ ഉണ്ട്. പക്ഷെ ബക്കറ്റാണ് ഇത്. വഴുതിയുള്ള മീൻ തെറിക്കും. വഴുതിയുള്ള മീൻ പോകുന്നു. നമുക്ക് കിട്ടിയ മീൻ ഇതൊക്കെയാണ്. കണ്ടില്ലേ അവൻ്റെ ചാട്ടം കണ്ടില്ലേ? എല്ലാം ചെറുതാണ്. ചെറുതൊക്കെ വരെ വെളിയിൽ വിട്ടിട്ട് ഇവന്മാരെ മാത്രം നമ്മൾ എടുക്കും. പിന്നെ ഇതൊക്കെ വേറൊരു കുളത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പം ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് ചെറുമീനുകളെ കൊണ്ടുപോകണം. നമുക്ക് കുറച്ച് അതിഥികൾ വീട്ടിൽ കൊടുക്കുന്നുണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ അവന്മാർക്ക് തിന്നാൻ കൊടുക്കണം. കാണുമ്പോൾ തന്നെ അറിയാം രക്ഷയില്ല. കണ്ടില്ലേ? ഇതിലേറ്റവും ചെറുതൊക്കെ നമ്മൾ ഇടയ്ക്ക് വെള്ളത്തിൽ എറിയും. വേറെ കാര്യം നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതെന്ന് വിചാരിക്കില്ല, ഇത് ഇവിടെ നിന്നല്ല, ഇത് വേറൊരു കുളത്തിൽ നിന്നാണ്. നമ്മളിവിടെ ഒരു വല അടിച്ചുള്ളൂ. അപ്പോൾ ഇത് അവൻ തുടങ്ങിയിട്ടുണ്ട് ബക്കറ്റ് പറക്കിയിടെ. എല്ലാം പറക്കിട്ടോ, ഒന്നും നോക്കണ്ട. പായലൊക്കെ എടുത്തിങ്ങനെ ചാടി പോകാതിരിക്കണേ. ഒരു 100 എണ്ണ എടുത്തോ, ബാക്കി വെള്ളത്തിൽ ഇല്ലേ. വല നോക്കാം. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും കണ്ടില്ലേ? ചെറുതാണെങ്കിലും ഒരു രക്ഷയില്ല. എൻ്റെ മുന്നേ മീനോട് മീൻ. ഓക്കെ. നമ്മൾ ചെറുതിനെയൊക്കെ പുറത്ത് വെള്ളത്തോടിയാണ്. ഇപ്പം നമ്മൾ ചെറുതിനെ കുറച്ച് ഒഴിവാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇങ്ങനെ പെരുകി കുളത്തിൽ തന്നെ എറിയുക. കൊട്ടയും ബക്കറ്റ് സൈസുള്ള മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സൈസുള്ള മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കാര്യം ഇതിൻ്റെ കൂടെ ഇവിടെ കണ്ടില്ലേ, അതൊക്കെ കറക്റ്റ് ഇവിടെ വരുന്ന സൈസുള്ളതൊക്കെ
ചെറിയ മീനുകളെല്ലാം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഈ സൈസ് ഏകദേശം കൈപ്പത്തീര സൈസുള്ളതെല്ലാം നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി. ബാക്കി കുറേയൊക്കെ ഇനി തെരിഞ്ഞ് പറക്കി കളയണം. ഇതൊക്കെ അങ്ങ് കളയല്ലേ, ഇതൊക്കെ കളയണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇത് എടുത്തിട്ട് ബാക്കിയുള്ള കുറേ അങ്ങ് നമ്മൾ കുളത്തി വിട്ട് കിട്ടിയത് എല്ലാം ചെറുതായിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ പിടിക്കാനായാലും മീൻ വേണമല്ലോ. കണ്ടില്ലേ, ഇത് ഇത്രയാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഈ ഒരു മീനും നമുക്ക് വലിയ കുളത്തുനിന്ന് കിട്ടിയാണ്, വേറൊരു കുളത്തുനിന്ന്. ഇവിടെ നിന്ന് കിട്ടിയത് ഈ സൈസൊക്കെ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഫ്രൈ ചെയ്യാനുള്ള പറക്കിയിടുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഗിഫ്റ്റ് സിലോപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു. ഓക്കെ ബൈ.